ഹായ്, പുതിയൊരു വീട്ടിൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ ഈ 27-ാം തീയതി റിലീസിന് ഒരുങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ അപ്ഡേറ്റുകൾ ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ട്രെയിലറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. മിക്കവാറും ഈ 20-ാം തീയതി കഴിഞ്ഞിട്ടേ കാണത്തുള്ളായിരിക്കും ട്രെയിലർ. ചിലപ്പം ട്രെയിലർ കാണാൻ സാധ്യത കുറവായിരിക്കും, എങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പോൾ 20-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും ഓരോരോ അപ്ഡേഷൻ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം ഓരോരോ പോസ്റ്ററിൻ്റെ അപ്ഡേഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു അപ്ഡേഷനും, പിന്നെ രണ്ടാമത് ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ പണ്ടത്തെ ലാലേട്ടൻ്റെ ഒരു നോസ്റ്റാൾജിയ എന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സ് ഓഫീസ് പവറുള്ളൊരു ലാലേട്ടൻ ഉണ്ടായിരുന്നു കുറേ നാളുകൊണ്ട്. ഇപ്പം അതായത് സടയൊക്കെ പൊഴിഞ്ഞ ഒരു സിംഹത്തിൻ്റെ കൂട്ട്, ഇതുപോലെ വയ്യാതെ കിടക്കുന്ന ഒരു സിംഹത്തിനെ നമ്മൾ എനർജി എല്ലാം കൂടെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. അതാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ പടം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മുതലെടുക്കുന്ന കുറേ ഡയറക്ടർമാരുണ്ട്. കാരണം ആ സ്റ്റാർഡം പിന്നെ തിരിച്ച് വരുമ്പം പിന്നെ താക്കാൻ നോക്കുന്ന കുറേ ഡയറക്ടർമാരുണ്ട്. അവരെ പറ്റി ഒരു വീഡിയോ ഞാൻ ഉടനെ ഈ ചാനലിൽ വരും. അതാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇതിൻ്റെ കാസ്റ്റിംഗ്, ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി 36 പേരുടെ കണ്ട് കാസ്റ്റിംഗ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പഴയ ലൂസിഫറിനകത്തുള്ള കുറേ പേരുമുണ്ട്, പുതിയ കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കാസ്റ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇപ്പം ഓരോരോ പാൻ ഇന്ത്യൻ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ജനനായകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കാസ്റ്റിംഗ് ഒരു ചവർ കാസ്റ്റിംഗ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് ആ പടത്തിനോടുള്ള കാണാനുള്ളൊരു ഇതങ്ങ് പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ലാലേട്ടൻ്റെ തന്നെ ഇപ്പം ഇതുവരെ ഇറങ്ങിയത് ഏറ്റവും വലിയ കാസ്റ്റിങ്ങും ഏറ്റവും വലിയ ബജറ്റ്, മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ബജറ്റും ഉള്ളൊരു പടമാണ്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഗംഭീര കാസ്റ്റിംഗ് ആയിരിക്കണം. അത് ഈ ഒരു പടത്തിനുണ്ട്. കാരണം നമുക്ക് തന്നെ ഈ ഒരു കാസ്റ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് പടം കാണാനുള്ള ഇത് തോന്നും. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പടവും കൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രേക്ഷകർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനകത്താണ് ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്. കാസ്റ്റിങ്ങിൽ ഇതിനകത്ത് പുതിയ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലും തെലുങ്കിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഹിന്ദിയിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ആക്ടറാണ് ഇതിനകത്ത് വില്ലനായിട്ട് വന്നേക്കുന്ന അഭിമന്യു എന്ന് പറയുന്നത്. അത് വില്ലനാണെന്ന് അറിയത്തില്ല. ഇതേപോലെ അഭിമന്യു ഇപ്പം ഇതുപോലെ ഓപ്പറേഷൻ ടീം 10 ഡേയുടെ പോസ്റ്ററിനകത്ത് പുള്ളിയെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിമന്യു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ലുക്ക് തന്നെ കാണുമ്പോൾ ഒരു നല്ലൊരു വില്ലൻ ലുക്കാണ്. പുള്ളി വില്ലനായിട്ടുള്ള പടങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. അല്ലാതെയുള്ള ഫേസ് ആയിട്ട് നിൽക്കുന്നത് പടങ്ങളിലെല്ലാം ഏറ്റവും നില പൊട്ടിയിട്ടുണ്ട്. അപ്പം മറ്റേത് വില്ലൻ പടത്തിലും പൊട്ടിയിട്ടുണ്ട്. വിജയുടെയൊക്കെ സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പുള്ളിയെ യൂസ് ചെയ്യാത്ത ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ രാം ഗോപാൽ വർമ്മയാണ്. ഇയാൾ കൊണ്ടുവന്നൊരു കോമാളി വേഷമാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ലഡ്കി ഡ്രാഗൺ ഗേൾ എന്ന് പറയുന്ന ഒരു പടം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കൊണ്ടുവന്നൊരു കോമാളി വേഷമാണ് കൊടുത്തത്. അപ്പോൾ അതേപോലെ ഒന്നും ആയിരിക്കത്തില്ല. ലാലേട്ടനുമായിട്ട് ഒന്ന് ഇടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു റോളായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഫസ്റ്റിൻ്റെ റിവഞ്ച് ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഈ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയത്. ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളി ഒത്തിരി നാൾ ഹാർഡ് വർക്ക് ചെയ്ത് എടുത്ത ഒരു പടമാണ് എമ്പുരാൻ. കാരണം ഇത്രയും വലിയൊരു വലിയൊരു സ്കെയിൽ വരുന്ന പടം. അത് വെച്ചാൽ അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ വെച്ച് ഒത്തിരി ഷൂട്ട് ചെയ്ത് ഇറക്കി കുറേ എന്ന് വെച്ചാൽ ഈ ഓരോ ഷോട്ട് കാണുമ്പോഴും അറിയാം. മറ്റേ ലൂസിഫറിൻ്റെ ഷോട്ട് തന്നെ കാണുമ്പോൾ അറിയാം. അതിനകത്ത് പുള്ളി എന്തും വേണ്ടി ഹാർഡ് വർക്കും ഹോം വർക്കും ചെയ്തിട്ടൊക്കെയാണ് ചെയ്തതെന്ന് അറിയാം. ഇതും അതേപോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ വന്ന എല്ലാവരും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മിക്കവാറും ടീസറിൻ്റെ അപ്ഡേഷനാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരുന്നത്. പക്ഷേ ഒരു ഐമാക്സ് റിലീസിൻ്റെ അപ്ഡേഷനാണ്. അതിനകത്ത് 2 പേരുടെ ഇത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു ഫൈറ്റ് സീനാണെന്ന് തോന്നുന്നില്ല. ജില്ലയ്ക്കകത്തിൻ്റെയൊക്കെ ജില്ലയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ ഒരു ഫൈറ്റ് സീനാണെന്ന് തോന്നുന്നു. ഇതൊന്നും തോന്നുന്നു. 2 പേരും കൊള്ളാം. പോസ്റ്ററിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കൊരു പടം കാണണമെന്ന് തോന്നും. അല്ലാതെ ഇല്ല MGRനെ അനുകരിക്കുന്നതും അല്ലാതെ സെൽഫി എടുക്കുന്നതിൻ്റെയും കൂട്ടുള്ള ചവറ് പോസ്റ്ററൊന്നും അല്ല ഇറക്കി വിട്ടേക്കുന്നത്. നല്ല ക്വാളിറ്റി പോസ്റ്റർ തന്നെ അതിനകത്ത് ഇറക്കി വിട്ടേക്കുന്നത്. ഇപ്പം എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിയോയുടെ കളക്ഷൻ മറി കടക്കുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ലിയോയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 12 കോടിക്ക് മേളിലാണ്. അത് ഒരു മിക്സഡ് റെസ്പോൺസിലാണ് 12 കോടിക്ക് മേളിൽ കളക്ഷൻ കിട്ടിയത്. അപ്പോൾ ഈ കളക്ഷൻ എമ്പുരാൻ മറികടക്കുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ എമ്പുരാൻ മറികടക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ അടുത്ത സമയത്തൊന്നും ഇപ്പോൾ ഈ മലയാളത്തിൽ തന്നെ ഇത്രയും വർഷം ഇറങ്ങിയത് ഏറ്റവും വലിയ സ്കെയിൽ വരുന്ന പടം ഇതാണ്. അത് KGF ഇതേപോലെയൊക്കെ ആയിരുന്നു 2018. അതായത് ഈ ഒരു KGF എന്ന് പറഞ്ഞാൽ KGFന് ശേഷമാണ് ഈ ഒരു കന്നഡ ഇൻഡസ്ട്രി ഉണ്ടെന്ന് തന്നെ എല്ലാവരും മനസ്സിലായി തന്നെ. അതേപോലെയാണ് ഇപ്പം ഈ മലയാളത്തിലെ ഒരു KGF എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നതാണ്. ഇതൊക്കെയാണ് മലയാളത്തിലെ KGF എന്ന് പറഞ്ഞാൽ. ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇതായി കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി വേറെ പോകും. പക്ഷേ ഇത് ഉദ്ദേശിച്ചത് നടന്നില്ലെങ്കിൽ പടം കിട്ടുന്നില്ലേ, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടില്ല. ഈ അടുത്ത സമയത്തൊന്നും ഇതേപോലൊരു പടം ഇനി വരുത്തതുമില്ല. പിന്നെ ലാലേട്ടനെ എല്ലാവരും സ്റ്റാർട്ട് ഒന്ന് തിരിച്ചു പിടിക്കാനിരിക്കുക ലാലേട്ടൻ്റെ. ഞാനും അത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ എല്ലാം മറന്നിരിക്കുക. കാരണം ആ പണ്ടത്തെ ആ ഒരു ലാലേട്ടനെ കിട്ടിയിട്ടില്ല. ആ പുലിമുരുകനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട്, ലൂസിഫറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട്
പുള്ളിയുടെ ആ ഒരു ലെവൽ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ തിയേറ്ററിലൊന്നും അർമാദിക്കാൻ പറ്റിയൊരു പടം വന്നിട്ടില്ല. ഇതാണ് അതിനുള്ളൊരു പടം. ഇത് പുള്ളി സൈഡ് ആവാതിരുന്നാൽ മതി. പിന്നെ കുറേ സസ്പെൻസ് ആയിട്ട് കുറേ പേരെയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇനി ചൈനയിൽ നിന്നും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇനി ആരൊക്കെയാണെന്ന് ഇനി കണ്ടറിയാം. ഇവരെല്ലാം കൂടെ വന്ന് ഇനി ലാലേട്ടൻ സൈഡായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അത് പാളിപ്പോവും. അതായത് ജില്ലയ്ക്കകത്ത് സംഭവിച്ചത്. ജില്ലയ്ക്കകത്ത് മോഹൻലാലിനെ ലാലേട്ടനെ കൊണ്ട് ഒരുമാതിരി ഒരു കുളമാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവത്തില്ല. അത് കാരണം ഇതൊരു ഫാൻ ബോയ്, അതായത് പൃഥ്വിരാജ് ലാലേട്ടൻ്റെ ഒരു ഫാനാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പണിയുന്നത്. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇപ്പം എത്ര 8 ദിവസം കൊണ്ടുണ്ട്. ലാസ്റ്റ് വന്ന പോസ്റ്റർ ഇതാണ്. അത് കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. നമ്മൾക്ക് ഒരു കാണണമെന്ന് തോന്നുന്ന ഒരു ക്വാളിറ്റി പോസ്റ്റർ ഇതൊക്കെ. അപ്പോൾ ഇനി 8 ദിവസം കൊണ്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രെയിലറും ഇതിലായിട്ടും 20-ാം തീയതി കഴിഞ്ഞിട്ട് 20-ാം തീയതി കഴിഞ്ഞിട്ട് ചിലപ്പം പ്രീ സെയിൽ മിക്കവാറും ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ തുടങ്ങത്തുള്ളായിരിക്കും. അപ്പം അതൊക്കെ കാത്തിരിക്കുന്നു. അപ്പോൾ നല്ല ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് നാളെയോ അടുത്ത ദിവസമോ വേറൊരു വീഡിയോ കൂടെ ഇറക്കാം. അതായത് ലാലേട്ടനെ ഇനി സൂക്ഷിക്കേണ്ട കുറച്ച് ഡയറക്ടർമാരുണ്ട്. ലാലേട്ടനെ ഈ പെരുവഴിയിലാക്കിയ കുറേ ഡയറക്ടർമാരുണ്ട്. അവരെ ഇനി സൂക്ഷിക്കുക. ഇനി ഇവർ തന്നെ തിരിച്ചും വരും, അവരെ സൂക്ഷിക്കുക. അത് ആരൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.